ശശി തരൂർ ഇങ്ങനെ പാർട്ടിക്ക് പുറത്താകുമോ അകത്താകുമോ എന്നുള്ള രീതിയിലാണ്. ശശി തരൂരിന് മൂക്ക് കയറിടാൻ തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ശശി തരൂരിൻ്റെ കാര്യത്തിൽ വലിയ നിലപാടുകൾ എടുക്കാൻ സാധ്യതയില്ല. എന്തെങ്കിലും നിലപാടുകൾ കടുപ്പിച്ചാൽ അത് കോൺഗ്രസിന് തന്നെ പണിയാകുമോ എന്നുള്ളൊരു സംശയം അവർ തന്നെ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് ഹൈക്കമാൻഡ് ഇടപെടൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷേ ലീഗ് അങ്ങനെയല്ല. ലീഗ് കൃത്യമായ ഇടപെടൽ നടത്താൻ പോവുകയാണ്. കോൺഗ്രസ്സുകാരെ നിങ്ങൾ മിണ്ടണ്ട, പക്ഷെ ഞങ്ങൾ മിണ്ടിക്കോളാം തരൂരിൻ്റെ കാര്യത്തിൽ. എന്താകും ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടി? അല്ല, മുസ്ലിം ലീഗിന് പക്ഷേ തരൂരിൻ്റെ മേൽ എങ്ങനെയാണ് ആധിപത്യം പുലർത്താനായിട്ട് കഴിയുക? എനിക്ക് തോന്നുന്നില്ല അതിന് കഴിയുമെന്ന്. കുഞ്ഞാലിക്കുട്ടി തരൂരോളം വളർന്നിട്ടില്ല എന്നാണ് ഞാൻ പൊതുവെ രാഷ്ട്രീയത്തിൽ അതിനെ വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ്സുകാർ ചിലപ്പോൾ മുസ്ലിം ലീഗിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുന്നുണ്ടാകാം എന്നതിനപ്പുറം കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്ന സ്ഥിതി വന്നാൽ അതിൻ്റെ ഒരു റിയാക്ഷൻ സമൂഹത്തിലുണ്ടാകും. ആ സമൂഹത്തിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ഒരിക്കലും അധികാരത്തിൽ വരാത്ത അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോകുക. അതിൻ്റെ കാരണം എന്താണ്? UDF അധികാരത്തിലെത്തുന്ന സമയത്തെല്ലാം UDFനെ ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്നത് ശത്രുക്കളുടെ ഒരു പ്രചാരണം മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കാനായിട്ട് മാത്രമാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന സഹായിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലെ വ്യവസായങ്ങളുടെ കുത്തക എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനാണ് എന്നാണ് പറയുന്നത്. കാരണം മുസ്ലിം ലീഗ് ഭരിച്ച സമയത്താണ് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ വ്യവസായങ്ങളും വന്നത്. അന്ന് മുസ്ലിം ലീഗായിരുന്നു, വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. അങ്ങനെ കുഞ്ഞാലിക്കുട്ടിയുടെ കുഞ്ഞുങ്ങളാണ് കേരളത്തിലെ വ്യവസായം എന്നൊക്കെ പറഞ്ഞ് വലിയ അവകാശവാദം, അതിൻ്റെ പൈതൃകമൊക്കെ അവരെ ഏറ്റെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDF അധികാരത്തിലെത്തിയാൽ അവരെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്ന സന്ദേശമാണ് നൽകുന്നത്. നേരത്തെ തന്നെ ഒരിക്കൽ UDF തോറ്റതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 5ാം മന്ത്രിവാദമായി. 4 മന്ത്രിമാരിപ്പോൾ ഉണ്ട്, 5ാമതൊരു മന്ത്രിമാർ കിട്ടണം എന്ന്, ഒരു മന്ത്രിയെ കൂടി കിട്ടണം എന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതായിരുന്നു അന്നത്തെ രാഷ്ട്രീയ പുകലിന് കാരണമായിത്തീരുന്നത്. മാത്രമല്ല, കേരളത്തിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന സമയത്ത്, അപ്പോൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അവർ ഇടപെടുന്ന സമയത്ത് വിദ്യാഭ്യാസ വകുപ്പ്, അതിൻ്റെ ആഭ്യന്തര വിഭാഗങ്ങളെല്ലാം തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ കൊണ്ട് നിറയും. അവരാണ് പിന്നെ എല്ലാം തീരുമാനിക്കുന്നത്. അങ്ങനെ മുസ്ലിം ആധിപത്യ ഭരണത്തിലേക്ക് കേരളത്തിലെ വിടാനായിട്ട് കേരളത്തിന് പൊതുവെ താല്പര്യം ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഇവരിങ്ങനെ അടിച്ചു കയറി തരൂരിനെ അടിച്ച് താഴ്ത്താൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ എന്താ ബി ടീമാണ്, കോൺഗ്രസിൻ്റെ ബി ടീമും ഗുണ്ടകളും ഒക്കെ ആയിട്ട് മുസ്ലിം ലീഗിനെ മാറ്റിക്കഴിഞ്ഞാൽ UDFൻ്റെ സ്ഥിതി വളരെ പെരുങ്ങലിലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ AK ആൻ്റണിയുടെ സമയത്ത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു വ്യവസായ മന്ത്രി. AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഭൂപടം തന്നെ മാറ്റിച്ചത് എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. ഒരു പരിധിവരെ അത് ശരിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഈ LDFനെ എന്തിനാണ് തരൂർ ഇങ്ങനെ പുകഴ്ത്തുന്നത്? LDF ഒരിക്കലും വികസനത്തെ അംഗീകരിക്കുന്നവരല്ല. LDF വികസനം കൊണ്ടുവരുമ്പോൾ അതിനോടൊപ്പം നിൽക്കുന്നവരാണ് UDF. പക്ഷേ മറിച്ച് UDF വികസനം കൊണ്ടുവരുമ്പോൾ അതിനെതിരെ മുദ്രാവാക്യവും പ്രതിഷേധവും ഉന്നയിച്ച് രംഗത്തെത്തുന്നവരാണ് LDF. ആ LDF എങ്ങനെയാണ് വ്യവസായത്തിൻ്റെ വെള്ളക്കുപ്പായം അണിയുന്നത്, വ്യവസായത്തെ ഇങ്ങനെ വളർത്തുന്ന വെള്ളക്കുപ്പായം അണിയുന്നത്? മാത്രമല്ല, സാബു M ജേക്കബിനെ പോലെയുള്ളവരെയൊക്കെ കേരളത്തിൽ നിന്ന് ആട്ടിപ്പായിക്കാൻ, വ്യവസായത്തിന് അനുയോജ്യമായ മണ്ണല്ല കേരളമെന്ന് LDF ഇങ്ങനെ വ്യവസായികളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് LDFനെ ഇങ്ങനെ പൊഴുത്താൻ തരൂരിന് കഴിയുന്നത് എന്നാണ് കോൺഗ്രസിൻ്റെ ചോദ്യം. അതൊരു ന്യായമായ ചോദ്യമല്ലേ? അതിന് തരൂർ പറഞ്ഞൊരു ഉത്തരവുണ്ടല്ലോ, ഞാൻ ലേഖനം എഴുതിയത് ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നവരാണ് എങ്കിൽ ഞാൻ എന്താണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും. എൻ്റെ ലേഖനം വായിക്കാതെ എൻ്റെ ലേഖനത്തെ വിലയിരുത്തുന്ന ഇവരെ എങ്ങനെയാണ് ഞാൻ കാണേണ്ടതെന്നാണ് അദ്ദേഹം നമ്മളോട് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്: കേരളത്തിലെ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൽ മാത്രമാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത്. അത് പുതിയ സ്റ്റാർട്ടപ്പുകൾ, ആ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ കേരളത്തിനുണ്ടായ മികവിനെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ LDFനെതിരായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അത് ഞാൻ എഴുതിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അത് വായിച്ച് മനസ്സിലാക്കാതെ എന്തിനാണ് ഇവരിങ്ങനെ ഒച്ചവെക്കുന്നത് എന്നാണ് തരൂർ ചോദിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? ആര് വ്യവസായം കൊണ്ടുവന്നു, അല്ലെങ്കിൽ എങ്ങനെ കേരളം മുന്നോട്ട് പോയി എന്നുള്ളത് എല്ലാ മുന്നണികളുടെയും അവകാശവാദങ്ങളാണ്.
ഓരോ മുന്നണികൾ ഭരിക്കുന്ന സമയത്ത് ഓരോരോ കാര്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നതിനപ്പുറമായിട്ട് ഈ കേരളത്തെ ഒരു വികസനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവരെല്ലാം പറയുന്നതനുസരിച്ച് വലിയ വലിയ കമ്പനികളും വലിയ ആർക്കിഡുകളും മറ്റുമൊക്കെ നിർമ്മിച്ച് ആളുകൾ അന്തം പിടിക്കുന്ന തരത്തിൽ കേരളത്തിൻ്റെ മുഖം മാറ്റുക എന്നുള്ളതല്ലാതെ കേരളത്തിലെ വ്യവസായങ്ങളുടെ സ്ഥിതി പെരുങ്ങൽ തന്നെയാണ്. കേരളം അങ്ങനെ വ്യവസായങ്ങളുള്ള ഒരു സംസ്ഥാനമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയില്ല. കയ്യിൽ എണ്ണി തീർക്കാവുന്ന വ്യവസായങ്ങൾ മാത്രമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ആര് വ്യവസായം കൊണ്ടുവന്നാലും ഇത്രയല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ. അതിനപ്പുറത്ത് ആർക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവരെന്തിനാണ് വ്യവസായം കൊണ്ടുവന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് വലിയ അവകാശവാദം ഉന്നയിക്കുന്നത് എന്ന് സാധാരണക്കാർക്ക് ചോദിക്കാവുന്ന. ഈ കോൺഗ്രസ്സുകാരെ വിദ്യാഭ്യാസമില്ലായ്മ, തരൂരിൻ്റെ അത്ര വിദ്യാഭ്യാസം കോൺഗ്രസ്സിലെ പല നേതാക്കൾക്കും ഉണ്ടോ എന്നുള്ള സംശയം. രാഷ്ട്രീയത്തിൽ തന്നെ തരൂരിൻ്റെ അത്ര വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇംഗ്ലീഷ് അറിയാത്തതാണോ ഇവരൊക്കെ ഈ കിടന്ന് ഇങ്ങനെ തരൂർ ഇപ്പം വീക്ഷണം തന്നെ, കോൺഗ്രസിൻ്റെ മുഖപത്രം വീക്ഷണം തന്നെ വല്ലാത്ത രീതിയിലുള്ള വിമർശനമാണ്. അഹിംസയ്ക്ക് അവാർഡ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വല്ലാത്ത രീതിയിലുള്ള വിമർശനമൊക്കെയാണ് ഉന്നയിച്ചു കൊണ്ടുവരുന്നത്. ഇംഗ്ലീഷാണ് അവരുടെയൊക്കെ പ്രശ്നം. അല്ല, ഇംഗ്ലീഷിന് മാത്രമല്ല പ്രശ്നം, കാഴ്ചപ്പാടിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ LDF ചെയ്യുന്നതെല്ലാം തെറ്റ്, അല്ലെങ്കിൽ UDF ചെയ്യുന്നതെല്ലാം തെറ്റ്, BJP ചെയ്യുന്നതെല്ലാം തെറ്റ് എന്ന നിലയ്ക്ക് BJPക്ക് പുറത്ത് വെക്കുന്നവർ, അതുപോലെ തന്നെ LDFന് പുറത്ത് വെക്കുന്നവർ, UDFന് പുറത്ത് വെക്കുന്നവരെ കാണേണ്ടതില്ല. LDF പല കാര്യങ്ങളും തെറ്റായിട്ട് ചെയ്യും, പല കാര്യങ്ങളും ശരിയായിട്ട് ചെയ്യും. UDFും ഇങ്ങനെ തന്നെയാണ്, അതേപോലെ BJP അങ്ങനെയാണ്. ഇപ്പോൾ എല്ലാ പാർട്ടികൾക്കും ചിലപ്പോഴൊക്കെ ചില പോസിറ്റീവ് ആസ്പെക്റ്റുകളുണ്ട്, ചിലപ്പോൾ നെഗറ്റീവ് ആസ്പെക്റ്റുകളുണ്ടാകും. നമ്മളിതിനെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നെഗറ്റീവ് ആസ്പെക്റ്റ് കൂടും. അപ്പോൾ നമ്മൾ അവരെതിരായിട്ട് ഒരു പബ്ലിക് ഒപ്പീനിയൻ ഡെവലപ്പ് ചെയ്യുന്ന കാഴ്ച കാണാൻ പറ്റും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് കേരളത്തിൻ്റെ എല്ലാ വികസനവും കൊണ്ടുവന്നത് UDF ആണ് എന്ന് പറയുന്നത് വെറുതെ വിളിച്ചു പറയാനല്ലാണ്ട് എന്തിനു കഴിയും അവർക്ക്. ഇപ്പോൾ NH 66 എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട് കേരളം. അപ്പോൾ ഇത് CPM പറയുന്നത് അവരാണ് അത് ശരിയാക്കിയെടുത്ത്. നമ്മൾ പൊതുവെ പരിശോധിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കലായിരുന്നു. ആ ഭൂമി ഏറ്റെടുക്കൽ എന്ന് പറയുന്ന പ്രക്രിയയിൽ ഇടപെട്ടതും അതിനെ മാറ്റിത്തീർത്തതും, ഭൂമി ഏറ്റെടുക്കൽ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കി തീർത്തതും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണ്. പിണറായി വിജയന് പല വിഷയങ്ങളും നമ്മൾ എതിർക്കും. 50 വണ്ടികളുമായിട്ട് ഇങ്ങനെ ഓടി ആളുകളെ നാണിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ പരാക്രമത്തിനെ വളരെ വലിയ തരത്തിൽ ഞാൻ പരിഹസിക്കാറില്ല. പക്ഷേ ഇതിൽ ഈ ഭൂമി ഏറ്റെടുക്കൽ കാര്യത്തിൽ അദ്ദേഹം എടുത്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് കൊണ്ട് മാത്രമാണ് ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് ഇതുമായിരുന്നു ഈ ഭൂമി അന്ന് ഏറ്റെടുത്തിരുന്നത്, ഞങ്ങളുടെ ഭൂമിയും ഏറ്റെടുത്തിരുന്നു. അത് എത്ര വർഷം മുമ്പായിരുന്നു? 35 വർഷം മുമ്പാണ്. 35 വർഷം മുമ്പ് സാക്ഷാത്കരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു സംവിധാനമാണ് 35 വർഷത്തിന് ശേഷം സാക്ഷാത്കരിക്കപ്പെടുന്നത്. അപ്പോൾ പിണറായി വിജയന് മുമ്പുള്ള എല്ലാ മുഖ്യമന്ത്രിമാർക്കും അതിൽ ചെറിയ പങ്കുണ്ടായിരുന്നു. അവർക്കൊന്നും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിയ ഒരാളാണ്. അങ്ങനെ വ്യവസായങ്ങൾ കൊണ്ടുവരുന്ന കരുണാകരൻ വികസനത്തിൻ്റെ ഒരു വലിയ വക്താവായിരുന്നു. പല കാര്യങ്ങളും അദ്ദേഹം നടപ്പിലാക്കി. എറണാകുളം ജില്ലയിലെ പല വികസനങ്ങളും, നെടുമ്പാശ്ശേരി വിമാനത്താവളവും അതേപോലെ തന്നെ സ്റ്റേഡിയം ഒക്കെ യഥാർത്ഥത്തിൽ കരുണാകരൻ്റേതായ ഒരു ഇതായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഒരിക്കലും തീവണ്ടി ഓടാത്ത കേരളത്തിലെ ഏറ്റവും വലിയ തീവണ്ടി പാലം നിർമ്മിച്ചിരിക്കുന്നത്. എങ്ങോട്ടാണ്? കൊച്ചിയിലേക്ക്. അതിൽ തീവണ്ടിയൊന്നും ഓടാറില്ല. എത്ര കോടി രൂപയാണ് അതിന് ചിലവഴിച്ചത്? ആരും ചോദിക്കാറില്ല, എന്തെങ്കിലും വെറുതെ നടക്കണം. അപ്പോൾ ഈ വികസനത്തെക്കുറിച്ച് ഒരാളും കാര്യമായിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കരുതെന്നുള്ളതാണ് നമുക്ക് സാധാരണ സമൂഹത്തിന് പറയാനായിട്ടുള്ള കാര്യം. കാരണം അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു വികസന പ്രക്രിയയും ഇവരാരും കൊണ്ടുവന്നിട്ടില്ല. ഓരോ കാലഘട്ടത്തിൽ ചില വിഷയങ്ങൾ ഉയർന്നു വരും, അതിലിടപെടും അല്ലേ. ഇപ്പോൾ IT പാർക്കിൻ്റെ കാര്യത്തിലൊക്കെ നായനാർ നല്ല നിലയിൽ ഇടപെട്ടിരുന്നു. ഓരോ മുഖ്യമന്ത്രിമാരും ഇടപെടുന്ന ഒരു കാര്യമാണ്. അത് സ്വാഭാവികമായിട്ട് അവർ ചെയ്യുന്നൊരു പ്രക്രിയയായിട്ട് മാത്രമേ നമ്മൾ കണക്കാക്കേണ്ടായിരുള്ളൂ. അതെല്ലാ പാർട്ടികളുടെയും നേതാക്കൾ, കേരളം ഭരിച്ച എല്ലാവരും അതൊക്കെ ചെയ്തിട്ടുണ്ട്. ആരും പ്രത്യേകിച്ച് അതിനകത്ത് നെഗളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. ഇത് സ്വാഭാവികമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നേരത്തെ ചോദിച്ച വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ് ചെയ്യുന്നത്. ശശി തരൂരിനെ പുതിയ രീതിയിൽ തന്നെയാണ് വായിക്കേണ്ടത്. അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വായിക്കുകയും മനസ്സിലാക്കുകയും, കോൺഗ്രസ്സിൽ അദ്ദേഹം ഒരു അസറ്റ് തന്നെയാണ്. അദ്ദേഹം അതിനകത്ത് നിൽക്കട്ടെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം നടത്തട്ടെ. വളരെ ഡെമോക്രാറ്റിക്കാണ് കോൺഗ്രസ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ എന്താണ്? പൊട്ടി വീണ, ഉരുകിപ്പോകുന്ന, ഉടഞ്ഞു പോകുന്ന ചില്ലുപാത്രമാണ്. അതാണ് തരൂർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്നാണ് എനിക്ക്. തീർച്ചയായിട്ടും.